നമസ്കാരം. എയ്സ് ആപ്പിലേക്ക് സ്വാഗതം. മലയാളം ക്ലാസ്സുകളിൽ ഇന്ന് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് മലയാള നോവൽ. നോവലിൻ്റെ സമസ്ത ഭാഗങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പഠന സമ്പ്രദായമാണ് ഇതിനകത്ത് ആവിഷ്കരിച്ചിരിക്കുന്നത്. മറ്റെങ്ങും കാണാത്ത തരത്തിൽ നോവലിനെ കാര്യമായിട്ട് വിമർശിച്ച് ശരിയായ രീതിയിൽ പഠിച്ച് ഒരു HSA പരീക്ഷയിൽ ആവശ്യമായ രീതിയിലുള്ള നോട്ട്സുകൾ തയ്യാറാക്കുവാൻ പറ്റിയ വിധത്തിൽ ആണ് ഇത് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഏറെക്കുറെ സമ്പൂർണ്ണമെന്ന് നമുക്ക് പറയാം. എങ്കിലും അറിയാമല്ലോ, എന്തും നമുക്കൊരിക്കലും പൂർത്തിയാക്കാൻ കഴിയുകയില്ല. അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. എങ്കിലും നോവലിൻ്റെ സമഗ്രമായ ഒരു പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അറിയാം, മലയാള നോവൽ എന്ന് പറയുന്നത് ആരംഭിച്ചത് എന്ന് പറയുന്നത്, മലയാള നോവലിൻ്റെ പ്രഭവ കാലഘട്ടം എന്ന് പറഞ്ഞത് 18-19 നൂറ്റാണ്ടുകളിലാണ്. 18-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിലും 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലും ലോകത്താകമാനമുണ്ടായ പരിവർത്തനത്തിൻ്റെ ഫലമായി ഇറ്റലിയിൽ രൂപം കൊണ്ട സാഹിത്യ പ്രസ്ഥാനമാണ് നോവൽ. നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുള്ള ജീവിതം മനുഷ്യന് ചിത്രീകരിക്കാനുള്ള അഭിനിവേശമുണ്ടാവുകയും സ്വന്തം ഭാഷയിൽ സാഹിത്യം രചിക്കാനുള്ള നിഷ്ഠയുണ്ടാവുകയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ രൂപത്തെ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൻ്റെ സംഘർഷങ്ങളെ, സംഘട്ടനങ്ങളെ, വൈകാരികമായ മുഹൂർത്തങ്ങളെ പൂർണ്ണമായും ആവിഷ്കരിക്കാനുള്ള സാഹിത്യ മാധ്യമമായിട്ടാണ് സാഹിത്യ ചരിത്രകാരന്മാർ നോവൽ എന്ന അത്ഭുത പ്രതിഭാസത്തെ കാണുന്നത്. ആ കാരണത്താൽ തന്നെ നോവൽ എന്ന പദത്തിൻ്റെ അർത്ഥം പുതിയത് എന്നാണ്. ഇത് ഇറ്റാലിയൻ ഭാഷയിൽ രൂപം കൊണ്ട നോവെല്ല എന്ന പദത്തിൽ നിന്നുമാണ് എന്തുണ്ടായത്? നോവൽ എന്ന പദം ഉണ്ടായത്. അപ്പോൾ നോവൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പുതിയത്. എന്താണ് അവിടെ പുതിയത് എന്നുകൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതുവരെയുണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് സാഹിത്യ ലോകത്തിന് വഴി തുറന്നത്. അതുകൊണ്ടാണ് അതിന് നോവൽ എന്നൊരു പേര് കിട്ടിയത്. മാറിക്കൊണ്ടിരിക്കുന്ന, നിത്യവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമായതോ അല്ലെങ്കിൽ ഭാവനാപൂർണമായതോ ആയ പ്രതിഫലനം ഉൾക്കൊള്ളാൻ ആഖ്യാനാത്മകമായ സാഹിത്യരൂപമാണ് നോവൽ. അപ്പം നോവൽ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ചുരുക്കി പറയാമെന്ന് പറയുന്നത് എന്താ പറഞ്ഞേക്കുന്നത്? മനുഷ്യൻ്റെ ജീവിതം നിത്യവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ അല്ലെങ്കിൽ പരിവർത്തനത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒന്നുകിൽ അവൻ്റെ മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ളതോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് സംഭവിക്കാവുന്ന രീതിയിൽ ഭാവനാപൂർണവുമായ ഒരു പ്രതിഫലനം ഉൾക്കൊള്ളുന്ന ആഖ്യാനാത്മകമായ സാഹിത്യ രൂപത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? നോവൽ എന്ന് ചെറിയ രീതിയിൽ നമുക്ക് പറയാം. ഒരു നോവലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു നോവലിസ്റ്റ് ഒരു നോവലിൻ്റെ ഘടന അല്ലെങ്കിൽ ഒരു നോവൽ എങ്ങനെ എഴുതണമെന്ന് ചിന്തിക്കുമ്പോൾ അതിന് ചില ഘടകങ്ങളുണ്ട്. അപ്പം നോവൽ എഴുതാനായിട്ട് എന്ത് ചെയ്യുന്നു? നോവലിന് എഴുതുന്നതിന് വേണ്ടി ചില പ്രത്യേക രീതികളുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് നോവലിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. അടുത്തത് ഇതിവൃത്തം, പിന്നീട് കഥാപാത്രം. കഥയും പ്രമേയവും അതിന് അനുസൃതമായ ഇതിവൃത്തവും അതിന് ചേരുന്നതുമായ പശ്ചാത്തലവും ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഒരു ഉത്തമ നോവൽ പിറവിയെടുക്കുന്നു. അപ്പം നോവലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത്, ഉത്തമ നോവലിന് ചില ഘടകങ്ങളുണ്ട്. എല്ലാവർക്കും നോവൽ എഴുതാൻ സാധ്യമല്ല. മനോഹരമായ നോവലിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നോവലിന് ഒരു പ്രമേയമുണ്ടായിരിക്കണം, പ്രമേയത്തിനോടനുബന്ധിച്ചൊരു ഇതിവൃത്തമുണ്ടായിരിക്കണം, അതിനാവശ്യമായ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം, കഥയും പ്രമേയവും ഇതിവൃത്തത്തിനും അനുയോജ്യമായിട്ടുള്ള സാഹചര്യവും ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനുള്ള പശ്ചാത്തലവും ഒന്നിച്ച് സമജ്ഞമായി സമ്മേളിക്കുമ്പോൾ ഒരു ഉത്തമ നോവൽ പിറവിയെടുക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാൾ രചിക്കുന്ന നോവലിന് ജനകീയ പ്രസക്തി ലഭിക്കാൻ ഒന്നാം തരം ഭാഷാ ശൈലിയാണ് ഉപയോഗിക്കേണ്ടത്. അത് നോവലെന്ന് മാത്രമല്ല, കവിതയാണെങ്കിലും മറ്റ് ഏത് സാഹിത്യ സൃഷ്ടിയാണെങ്കിലും അതിൻ്റെ ഭാഷ ഒരു
പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളിപ്പോൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തന്നെ മനോഹരമായ ഭാഷയിൽ അളന്നു കുറിച്ച രീതിയിൽ സംസാരിച്ചാൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയെ ജനങ്ങൾ അംഗീകരിക്കും. ആവശ്യമില്ലാതെ വലിച്ചു വാരി നമ്മൾ സംസാരിച്ചാൽ അവിടെ ഇത്രയും ബഹുമതി നമുക്ക് ലഭിക്കുകയില്ല. അതുതന്നെയാണ് ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു നോവലിസ്റ്റിനെ സംബന്ധിച്ച് അയാൾ രചിക്കുന്ന നോവലിന് അനുയോജ്യമായ ഭാഷ, കഥാപാത്രങ്ങൾക്കനുസൃതമായ ഭാഷയാണ് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കഥാപാത്രമേ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണന് യോജിച്ചതായിട്ടുള്ള ഒരു ഭാഷ നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട്. ആ ഭാഷ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഭാഷയുടെ ശൈലി മനോഹരമായിരിക്കണം, ലളിതമായിരിക്കണം, നല്ല പദങ്ങളായിരിക്കണം. ലളിത കോമള കാന്ത പദാവലികൾ അണിനിരത്തിക്കൊണ്ട് ഉള്ള ഒരു രചനയായിരിക്കണം അയാൾ രചിക്കുന്ന നോവലിന് ജനകീയ പ്രസക്തി ലഭിക്കാൻ വേണ്ടത്. കഥാവസ്തുവിനെ ആസ്വാദകരുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മാർഗം ഭാഷ എന്ന മാധ്യമമാണ്. അപ്പോൾ നമ്മൾ മനോഹരമായ മാധ്യമത്തിലൂടെ ഒരു കഥാപാത്രത്തെ, ഭാഷയിലൂടെ ഒരു കഥാപാത്രത്തെ ചിത്രീകരിക്കുമ്പോൾ ആ കഥാപാത്രം വായനക്കാരൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലും. അങ്ങനെ ആഴ്ന്നിറങ്ങി ചെല്ലണമെന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന മാധ്യമം ഭാഷയാണ്. ഇപ്പോൾ നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം, അധ്യാപകർ പഠിപ്പിക്കുന്നത് മനസ്സിലാകത്തില്ല എന്ന് ചിലർ പറയും. ആ സാറ് പഠിപ്പിച്ചാൽ മനസ്സിലാവത്തില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം പഠിപ്പിച്ചാൽ മനസ്സിലാവത്തില്ലത് ഇല്ല എന്ന് നമ്മൾ അപഗ്രഥിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന വിഷയം ആ അധ്യാപകൻ്റെ മനസ്സിലേക്ക് കടന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വിഷയം മനസ്സിൽ കടക്കാത്ത ഒരാൾക്ക് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വിഷയത്തെ കടത്താൻ സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യം വേണ്ടത് വിഷയം പഠിപ്പിക്കുന്നവൻ്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സിലേക്ക് കടക്കണം എന്ന് പറഞ്ഞതുപോലെയാണ് നോവലിസ്റ്റിൻ്റെയും രീതി. മനോഹരമായ ഒരു കഥ പറയുമ്പോൾ ആ കഥാവസ്തു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ അതിനനുസൃതമായ മനോഹരമായ ഭാഷ ഉപയോഗിക്കണം. അതുകൊണ്ട് ഭാഷ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാൻ. അല്പം ഒന്ന് പിഴച്ചാൽ തകിടം മറിയുമെന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് നല്ല ഭാഷാ ശൈലിയും ഭാവനയുമുള്ള ആളായിരിക്കണം നോവലിസ്റ്റ് എന്നാണ് അഭിജ്ഞമതം. നോവലിനെക്കുറിച്ച് നമ്മൾ പണ്ഡിതന്മാർ പറയുമ്പോൾ നോവലിസ്റ്റിന് വേണ്ട ഒന്നാമത്തെ പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗതിയാണ് മനോഹരമായ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളത്. നമ്മൾ നോക്കുക, വർത്തമാനകാല നോവലുകളിൽ ചരിത്ര നോവലുകൾ, രാഷ്ട്രീയ നോവലുകൾ, സാമൂഹിക നോവലുകൾ, ദാർശനിക നോവലുകൾ എന്നിങ്ങനെ ധാരാളം സാഹിത്യ നോവലിന് ധാരാളം ശാഖകളുണ്ട്. ഇവയെല്ലാം നമ്മൾ ലളിതമായ രീതിയിൽ പരാമർശിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മുടെ കാലത്ത് വർത്തമാനകാല നോവലുകളുണ്ട്, ചരിത്ര നോവലുകളുണ്ട്, രാഷ്ട്രീയ നോവലുകളുണ്ട്, സാമൂഹിക നോവലുകളുണ്ട്, ദാർശനികമായ നോവലുകളുണ്ട്. ഇങ്ങനെ നോവലിനെ സംബന്ധിച്ചിടത്തോളം നോവലിന് വിവിധ ശാഖകൾ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. മലയാളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് കോളിളക്കം സൃഷ്ടിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് എപ്പോഴും നമ്മുടെ ജനങ്ങളെ, ഏതൊരു രാജ്യത്താണെങ്കിലും ഏതൊരു പ്രദേശത്താണെങ്കിലും ജനങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത്. നമുക്ക് ആദ്യം മലയാളത്തിലെ രാഷ്ട്രീയ നോവലിലേക്ക് തന്നെ പോകാം. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ എന്ന് പറയുന്നത് കെ നാരായണ കുരുക്കളുടെ പാറപ്പുറം എന്ന കൃതിയാണ്. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവൽ പാറപ്പുറമാണ്. ഇത് എഴുതിയത് കെ നാരായണ കുരുക്കളാണ്. ശക്തമായ രാഷ്ട്രീയ വിമർശനമായിരുന്നു ഇതിലെ പ്രമേയം. അപ്പോൾ തിരുവിതാംകൂറിലൊക്കെ നടന്നിരുന്ന ശക്തമായ അന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ഒരു വിമർശന മുക്തിയോടുകൂടിയുള്ള ഒരു രചനാ സങ്കേതമായിരുന്നു നാരായണ കുരുക്കൾ ഉപയോഗിച്ചിരുന്നത്. രാജഭരണകാലത്തെ ഉദ്യോഗസ്ഥരുടെ അഴിമതികളെയും ജനങ്ങളുടെ അസംതൃപ്തിയെയും അദ്ദേഹം തുറന്നു കാണിച്ചു. രാജഭരണകാലത്ത് ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്ന അഴിമതി, ഏത് ഭരണകാലത്ത് ഉദ്യോഗസ്ഥ വൃന്ദം അഴിമതികൾ കാണിക്കും, എപ്പോഴും കാണിക്കും, ഇപ്പോഴും കാണിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ അഴിമതി നിറഞ്ഞ ആ അഴിമതിയെ ഒരു സമൂഹത്തിനോട് ബാധ്യതയുള്ള അല്ലെങ്കിൽ സമൂഹത്തോട് കടപ്പാടുള്ള ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സമൂഹത്തിലെ അനീതികളെ തൻ്റെ കൃതികളിലൂടെ തനിക്ക് പറയാനുള്ളത് തൻ്റെ കൃതികളിലൂടെ ആവിഷ്കരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ തന്ത്രം. ഒരു നോവലിസ്റ്റ് ആണെങ്കിൽ ആ നോവലിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ അത് അവതരിപ്പിക്കും. അങ്ങനെ രാജഭരണകാലത്തെ ഉദ്യോഗസ്ഥരുടെ അഴിമതികളെയും അപ്പോൾ ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തിയെയും അദ്ദേഹം തുറന്നു കാണിച്ചു.
രാജഭരണകാലത്തെ അനീതി കൊണ്ട് തിരുവിതാംകൂറിലെ ജനങ്ങളുടെ വീര്യം മുഴുവനും നഷ്ടപ്പെട്ട ഒരു ജനതയ്ക്ക് സാഹിത്യത്തിലൂടെ ഊർജം പകർന്നു കൊടുത്തയാളായിരുന്നു നാരായണ കുരുക്കൾ. അതായത് ജനങ്ങൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെട്ട ജനസമൂഹത്തെ തൻ്റെ കൃതിയിലൂടെ, തൻ്റെ പാറപ്പുറം എന്ന നോവലിലൂടെ അദ്ദേഹം അവരുടെ സിരകളിലേക്ക് എന്ത് ചെയ്തു? തിരിച്ചറിവിൻ്റെ അല്ലെങ്കിൽ പ്രതികരിക്കാനുള്ള ശേഷി അദ്ദേഹം എന്ത് ചെയ്തു? കുത്തിവെച്ചു കൊടുത്തു അവരുടെ സിരകളിലേക്ക്. അത്തരത്തിലുള്ള ആളായിരുന്നു നാരായണ കുരുക്കളും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതിയും. ഉദയഭാനു എന്ന് പറഞ്ഞ അദ്ദേഹം മറ്റൊരു നോവൽ കൂടി എഴുതിയിട്ടുണ്ട്. അതും രാഷ്ട്രീയ നോവലാണ്. ഈ രണ്ട് നോവലുകളിലൂടെ ഭാരത ജനതയെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും സ്വരാജ് ഭരണത്തിലേക്കും ഏകാധിപത്യത്തിൽ നിന്നും ജനാധിപത്യത്തിലേക്കും തിരിച്ചുവിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അപ്പോൾ തിരിച്ചുവിടാൻ കഴിഞ്ഞു എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തിരിച്ചുവിട്ടു എന്നല്ല. രാജഭരണത്തിനെതിരെയും ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയും ജനങ്ങൾക്ക് അവരുടെ മനസ്സിലേക്ക് ഊർജം പകർന്നു കൊടുത്ത് അവരുടെ സിരകളിൽ വെമ്പി നിൽക്കുന്ന ഇനിയൊരു പൊട്ടിത്തെറി മാത്രം മതി, അഗ്നിപർവ്വതം അവരുടെ മനസ്സിലേക്കും അദ്ദേഹം ഈ നോവലുകളിലൂടെ പകർന്നു കൊടുത്തു. അങ്ങനെ ഭാരത ജനതയെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനതയെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും നമ്മുടെ സ്വന്തം സ്വരാജ് ഭരണത്തിലേക്കും ഏകാധിപത്യത്തിൽ നിന്നും ഇന്ന് കാണുന്ന ജനാധിപത്യ അവസ്ഥയിലേക്കും തിരിച്ചുവിടാൻ അദ്ദേഹത്തിൻ്റെ രണ്ട് നോവലുകൾക്ക് പാറപ്പുറത്തിനും ഉദയഭാനുവിനും കഴിഞ്ഞു എന്നുള്ളത് രാഷ്ട്രീയ രംഗത്തെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒരു സംഭാവനയായി നമുക്ക് കണക്കാക്കാം. അതുകൊണ്ടാണ് ഇന്നത്തെ രാജ്യഭരണം രാജ്യനിവാസികളും അല്ലാത്തവരുമായ ചില പ്രത്യേക വർഗ്ഗക്കാരുടെ സുഖങ്ങൾക്കും സൗകര്യങ്ങൾക്കും മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ നമ്മെ ബോധിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്നത്തെ രാജഭരണം എന്ന് പറയുന്നത് രാജ്യനിവാസികളായും അല്ലാത്തവരുമായ ചില പ്രത്യേക വർഗ്ഗക്കാരുടെ, വിദേശികൾ ഉൾപ്പെടെയുള്ള ചില പ്രത്യേക വർഗ്ഗക്കാരുടെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് അദ്ദേഹം നോവലിലൂടെ നമ്മെ ഓർപ്പിക്കുന്നു. അത് അന്നും ഇന്നും എന്നും ഒന്ന് തന്നെയാണ്. അന്നും ഇന്നും എന്നും എപ്പോഴും ഒരു വിഭാഗം ആളുകളാണ് സുഖലോലുപന്മാരായി ഭരണത്തിൻ്റെ തണലിൽ കഴിയുന്നത്. NN പിള്ളയുടെ ഒരു നാടകത്തിൽ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്, കൂടം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടമെന്ന് പറഞ്ഞാൽ വലിയ പാറയും ഇരുമ്പുമെല്ലാം തല്ലിപ്പൊട്ടിക്കുന്ന ഇരുമ്പിൻ്റെ വലിയ ചുറ്റികയാണ് കൂടം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് സദസ്സിൽ നിന്നും, അപ്പോൾ ഭരണകൂടമോ? ഭരണകൂടം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, നമ്മളെപ്പോലെ ഭരിക്കപ്പെടുന്നവൻ്റെ തലയടിച്ചു പൊട്ടിക്കാനുള്ളതാണ് ഭരണകൂടം. ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു നേർക്കാഴ്ച ജനങ്ങളുടെ മനസ്സിലേക്ക് എപ്പോഴും കരുതിയിരിക്കണമെന്ന മുൻവിധി ഈ രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ പാറപ്പുറവും ഉദയഭാനുവും കാണിച്ചു തരികയും അങ്ങനെ നാരായണ കുരുക്കൾ മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നോവലുകൾ എഴുതി ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു.